രോഹിത്തിനെ സത്യം അറിയിക്കാൻ അങ്ങനെ രേവതിക്കുട്ടി രോഹിത്താണെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയുടെ അടുത്ത് പോരുന്നതിന് മുൻപ് തന്നെ തുറന്നു പറയുന്നുണ്ട്. അലീന ചേച്ചി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയൊന്നുമല്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ അച്ഛൻ്റെ മകളൊന്നുമല്ല. എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായത് അലീന ചേച്ചി ആരുടെ ചോരയാണ് എന്നൊന്നും അറിയില്ല. അലീന ചേച്ചി പറഞ്ഞത് നമ്മളും ഞാനും അലീന ചേച്ചിയൊക്കെ തമ്മിൽ രക്തബന്ധം തന്നെയാണ്, സഹോദരി സഹോദരന്മാർ തന്നെയാണ് എന്നാണ്. പക്ഷേ അതെങ്ങനെയാണ് എന്ന് എനിക്കിതുവരെയായിട്ടും മനസ്സിലായില്ല എന്ന് നമ്മുടെ രേവതിക്കുട്ടിയുടെ അടുത്ത് രോഹിത് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതേ സമയം രോഹിത്തിനെ സത്യമറിയിക്കാനായിട്ട് അലീനയേക്കാൾ മുമ്പ് രേവതിക്കുട്ടി വന്നെത്തുന്നുണ്ട്. അതായത് രേവതിക്കുട്ടി രോഹിത്തിനോട് സത്യം പറയുകയാണ്. സത്യം പറഞ്ഞാൽ ബാലചന്ദ്രൻ്റെ, അതായത് നിങ്ങളുടെ അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചി എന്ന് നിങ്ങൾ അറിഞ്ഞതാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് അലീന ചേച്ചിക്ക് ബന്ധമുണ്ടെന്നും നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് അച്ഛനുമായിട്ട് ബന്ധമില്ലെങ്കിൽ അലീന ചേച്ചിക്ക് പിന്നെ ആരുമായിട്ടായിരിക്കും ബന്ധം വരുന്നത്? നിങ്ങൾ അലീന ചേച്ചിയുടെ സഹോദരങ്ങളാണെങ്കിൽ അത് എന്ത് ബന്ധം വഴിയായിരിക്കുമെന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ രോഹിത് ചോദിക്കുകയാണ്,